ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ഫോർ ഈച്ച് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഈ സെറ്റ് ഫോർ ഈച്ച് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എൻട്രീസ് പഠിച്ചു. അതായത് നമ്മളൊരു സെറ്റിനുള്ളിൽ കൊടുക്കുന്ന ഒബ്ജക്റ്റുകൾക്കൊന്നും പ്രത്യേകിച്ച് വെറും വാല്യൂ മാത്രമുള്ള ഉണ്ടാവും. അതിന് ഇൻഡെക്സ് അല്ലെങ്കിൽ അതിന് കീ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഈ കീ നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും, അതായത് പുറത്തുനിന്ന് ഒരിക്കലും നമുക്ക് എന്തായിട്ട് കീ ചേർത്ത് കൊടുക്കാൻ കഴിയില്ല. അത് ഇന്റേണൽ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ കീകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ് ഫോർ ഈച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റിനുള്ളിലെ ഓരോ ഒബ്ജക്റ്റുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം, കീകൾ ചേർത്ത് കൊടുക്കാം. ഈ കീ ചേർത്ത് കൊടുക്കുമ്പോൾ വാല്യൂസ് എന്ന രൂപത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തതിന് നമ്മൾ കീന്നും രണ്ടാമത്തതിന് നമ്മൾ കൊടുത്ത വാല്യൂവുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സെറ്റ് ഒബ്ജക്റ്റ്, അതായത് നമ്മൾ എന്ത് പേരിലാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേര് കൊടുക്കുക. ഫോർ ഈച്ച് അതിനുശേഷം ഒരു ഫംഗ്ഷന് കൊടുക്കുക. ഫംഗ്ഷൻ അതിൻ്റെ കാൾ ബാക്ക് എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. ഇതിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ വാല്യൂ 1, അതായത് നമുക്ക് എന്ത് പേരിലാണോ കീ വരേണ്ടതെന്നും അതേപോലെ തന്നെ ഏതാണോ നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് വരേണ്ടതോ അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാല്യൂ 1, വാല്യൂ 2, അതായത് വാല്യൂ എന്നുള്ളത് അതിൻ്റെ കീയും അതേപോലെ വാല്യൂ 2 എന്നുള്ളത് അതിൻ്റെ വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അതിനുശേഷം സെറ്റ്, നമ്മൾ എന്താണോ സെറ്റിൻ്റെ പേര് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ ആർക്ക് അതിന് പാരാമീറ്റേഴ്സ് വാല്യൂ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കാൾ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് ഈ സെറ്റ് കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൺ ചെയ്യിപ്പിക്കുന്നത്. ഇതിലെ വാല്യൂ 1 റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ കീയെയും അതേപോലെ വാല്യൂ 2 എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസിനുമാണ്. ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇത് ഡിസ്പ്ലേ ചെയ്ത് വരികയാണെങ്കിൽ തന്നെ രണ്ടും സെയിം ആയിരിക്കും. പിന്നെ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കറൻറ്റ് സെറ്റ് ഒബ്ജക്റ്റിൻ്റെ പേരാണ് നമ്മൾ സെറ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു മെസ്സേജ് എന്തെങ്കിലും സ്ക്രീനിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരിട്ട് കോഡിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഞാൻ ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളിവിടെ വന്ന് ലൈവ് സെർവർ വെച്ച് റൺ ചെയ്ത് വെക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇനി ഇവിടെ വന്ന് സെറ്റ്, നമ്മളെ സെറ്റിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ സെറ്റിൻ്റെ പേര് സെറ്റാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഫോർ ഈച്ച് എന്നുള്ളത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ചേർത്ത് കൊടുക്കാം. ഫംഗ്ഷൻ്റെ പേര് എന്താണോ നമുക്കിഷ്ടമുള്ള കാൾ ബാക്ക് ഫംഗ്ഷനാണ്, അപ്പോൾ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്, എന്ത് പേര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വാല്യൂ 1, അതായത് കീനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് വാല്യൂ 1 ഉപയോഗിക്കുന്നത്. വാല്യൂ 2 എന്നുള്ളത് നമ്മൾ കൊടുത്ത സെറ്റിനുള്ളിലത്തെ ഒബ്ജക്റ്റിനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അറ്റ് ലാസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത സെറ്റിൻ്റെ പേരെന്താണോ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുത്തത് സെറ്റ് എന്നാണ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോമ ഇട്ടിട്ട് സെറ്റ് എന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടു. എന്നിട്ട് നമുക്കിവിടെ വന്ന് വാല്യൂ 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ 1 ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് വാല്യൂ 1 എന്ന് ചേർത്ത് കൊടുത്തു. ഒരു പ്ലസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു കോളം വരാൻ വേണ്ടി ഒരു കോളൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വാല്യൂ 2 എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മൾ ബ്രേക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കതിൻ്റെ കീ ഏതാണോ അതാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത് അതിന് നമ്മൾ കൊടുത്ത വാല്യൂ എന്താണോ അതാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റിൻ്റെ ഉള്ളിലത്തെ ഒബ്ജക്റ്റിന് നമുക്ക് കീ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഫോർ ഈച്ച് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.